മുൻമന്ത്രി കെ.ഇ. ഇസ്മായിലിനെ CPI 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി പി. രാജുവിന്റെ മരണത്തിനു പിന്നാലെ പാർട്ടിക്കെതിരെ നടത്തിയ പരസ്യ വിമർശനത്തിലാണ് നടപടി. CPIയിൽ കെ.ഇ. ഇസ്മായിൽ വിമതനാകാൻ തുടങ്ങിയിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞു. 1996 E.K. നയനാർ മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം കെ.ഇ. ഇസ്മായിൽ എന്നും CPIയിലെ തിരുത്തൽ ശബ്ദമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആണെന്ന് കണ്ടെത്തിയതിനാൽ പട്ടാളത്തിൽ നിന്ന് പുറത്താക്കൽ നേരിട്ട ഒരു നേതാവേ സംസ്ഥാനത്തുണ്ടായിട്ടുള്ളൂ. അത് CPI മുൻ ദേശീയ കൗൺസിൽ അംഗം കെ.ഇ. ഇസ്മായിലാണ്. ആ 2 വർഷത്തെ പട്ടാള പരിശീലനം കെ.ഇ. ഇസ്മായിലിനെ വാക്കുകൊണ്ട് തുരുതുരെ നിറയൊഴിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാക്കി. ആദ്യമൊക്കെ എതിരാളികൾക്ക് നേരെയായിരുന്നെങ്കിൽ പിന്നെ സ്വന്തം പാർട്ടിയിലുള്ളവരും ആ വാക്കുകളുടെ തീയറിഞ്ഞു. വെളിയം ഭാർഗവൻ, C.K. ചന്ദ്രപ്പൻ, കാനം രാജേന്ദ്രൻ 3 സംസ്ഥാന സെക്രട്ടറിമാരുടെ കാലത്തും കെ.ഇ. ഇസ്മായിൽ CPIയിലെ വിമത ശബ്ദമായിരുന്നു. ഈ 3 പേർക്ക് പിന്നാലെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചുമതലയേറ്റപ്പോൾ പരസ്യമായി തന്നെ തള്ളിപ്പറഞ്ഞും വാർത്തകളിൽ നിറഞ്ഞു. കാനം രാജേന്ദ്രന്റെ വിയോഗത്തെ തുടർന്ന് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയാക്കിയത് കീഴ്വഴക്കം ലംഘിച്ചാണെന്നായിരുന്നു അന്നത്തെ പ്രതികരണം. അന്ന് നടപടിയുണ്ടായില്ല. ഇപ്പോൾ മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി പി. രാജുവിന്റെ വിയോഗത്തെ തുടർന്ന് നടത്തിയ പരാമർശമാണ് നടപടിക്ക് കാരണമായത്. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞ് പട്ടാമ്പിയിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് കെ.ഇ. ഇസ്മായിൽ ശ്രദ്ധേയനാകുന്നത്. 1982 ഉജ്ജ്വല വിജയം. പിന്നെ 1991 മുതൽ 2001 വരെ 10 വർഷവും 1996 നയനാർ മന്ത്രിസഭയിൽ റവന്യൂ മന്ത്രി. അക്കാലത്തെ ചില വിവാദങ്ങളും ആരോപണങ്ങളുമാണ് വെളിയം ഭാർഗവനുമായി തെറ്റാനുള്ള കാരണം. പിന്നീട് C.K. ചന്ദ്രപ്പനും കാനം രാജേന്ദ്രനുമെല്ലാം സംസ്ഥാന സെക്രട്ടറിമാരാകുമ്പോൾ ആദ്യം ഉയർന്നു വന്ന പേര് കെ.ഇ. ഇസ്മായിലിൻ്റെതായിരുന്നു. അവിടെയെല്ലാം ഭൂരിപക്ഷ പിന്തുണ കിട്ടാതെ നിരാശനായ കെ.ഇ. ഇസ്മായിൽ പിന്നെ CPIയുമായി ബന്ധമുള്ള ഓരോ വിവാദത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അപ്പോഴൊക്കെ മുതിർന്ന നേതാവെന്ന പരിഗണന കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്തേക്കാണ് പോക്ക്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.